രണ്ടാഴ്ച മുന്നേ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മെസ്സേജിൻ്റെ ലാഘവത്തോടെ കയറി വന്ന ഒരാളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആവണം, എങ്ങനെയൊക്കെ ആവരുത്, എന്നാണ് ജീവിതത്തിൽ ലക്ഷ്യം വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു. എന്നെപ്പോലെ 1000 വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ദൈവതുല്യനായ സ്ഥാനം വഹിക്കുന്ന ഒരാൾ കൂടിയാണ് മേജർ ജോസഫ് കെ പി. 33 വർഷത്തെ നീണ്ട സർവീസ് ജീവിതത്തിന് ശേഷം ഇന്ന് കഴിഞ്ഞ 17 വർഷങ്ങളായി തന്നെ തേടിയെത്തുന്ന കുട്ടികൾക്ക് ഫ്രീ ആയി കോച്ചിങ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മേജർ ജോസഫ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് ഇദ്ദേഹത്തെ സമീപിക്കുമ്പോൾ മേജർ റാങ്കിലിരിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെ കുറച്ച് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ട് വെറും 10 മിനിറ്റിനുള്ളിൽ ആ പേടിയൊക്കെ എങ്ങോട്ടോ പോയി. ഒരു സുഹൃത്തിനെ പോലെ, അച്ഛനെ പോലെ അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും മനസ്സറിഞ്ഞുകൊണ്ടാണ് സാറ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഒന്ന് ദേഷ്യപ്പെടുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ എപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരുന്നത്. സാറെ തേടിയെത്തുന്ന കുട്ടികൾക്ക് ഫ്രീ ആയി വിദ്യാഭ്യാസം നൽകുമെന്ന് മാത്രമല്ല, സാറിൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കുകയും ചെയ്യാം. അവിടെ വരുന്ന കുട്ടികൾക്ക് 3 നേരവും ഭക്ഷണവും ഫ്രീ ആയിട്ട് ലഭിക്കും. പഠിത്തത്തിൻ്റെ ഭാരം നമ്മളെ അറിയിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കടന്നു പോകുന്നത്. ഇടവേളകളിൽ പല തരത്തിലുള്ള കളികളുണ്ടാവും. ചിലപ്പോഴൊക്കെ മെമ്മറി ഗെയിം, റോൾ പ്ലേ, ഡബ്സ് മരാക്ഷ്, അന്താക്ഷരി, അങ്ങനെ നീണ്ടു പോവും ആ ലിസ്റ്റുകളൊക്കെ. മറ്റൊരു പ്രത്യേകത, ഈ കളികളിൽ ജയിക്കുന്ന കുട്ടികൾക്ക് ആൾ ക്യാഷ് പ്രൈസും കൊടുക്കും. മാത്രമല്ല, ഓരോ ദിവസവും നടത്തുന്ന 2-3 മോക്ക് ടെസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവിടെ ക്യാഷ് പ്രൈസ് ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കുറച്ച് പേരും സാറും ചേർന്ന് നടക്കാനിറങ്ങും. അങ്ങനെ നടക്കാനിറങ്ങിയപ്പോഴാണ് ഒരിക്കൽ സാറിൻ്റെ പറമ്പിനോട് ചേർന്ന് ഒരു 4 സെൻറ്റ് ഭൂമിയും വീടും മറ്റൊരാൾക്ക് കൊടുത്തതിനെക്കുറിച്ചും ഇനി ഒരു 4 സെൻറ്റ് കൊടുക്കാൻ പോകുന്നതിനെക്കുറിച്ചും റീച്ച് ഫോർ ദ സ്റ്റാർസ് എന്ന ഈ പരിപാടി സാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാലമാവുമ്പോൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് സൗജന്യമായിട്ട് ഉച്ചഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്ലാനും ഒക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കൈമറന്ന് ദാനം ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. സാറിൻ്റെ കൈകളിലൂടെ എത്ര വിദ്യാർത്ഥികളാണ് ആർമി, നേവി, എയർഫോഴ്സ് പോലെയുള്ള സർവീസുകളിൽ തുടരുന്നതെന്ന് സാർക്കോ ഞങ്ങൾക്കോ ഒരു ധാരണയില്ല. ഒരു ഫോട്ടോയോ ഫ്ലെക്സോ ബാനറോ അഡ്വർടൈസ്മെൻറ്റോ വാർത്തയോ ഒന്നും ഇല്ലാതെ തന്നെ ഏകദേശം 5000-ലേറെ വിദ്യാർത്ഥികളാണ് സാറിനെ തേടിയെത്തുന്നത്. നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ ഓഫീസറാവേണ്ടത് സാറിൻ്റെ ആവശ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. പ്ലീസ് എടാ, ഒന്ന് പഠിക്ക്, ഒന്ന് വായിക്ക്, നിന്നെക്കൊണ്ട് പറ്റും. അങ്ങനെ മോട്ടിവേഷൻ്റെ ഒരു കടൽ തന്നെയാണ് മേജർ ജോസഫ് സാർ. 1-2 വീഡിയോസിലൊന്നും സാറിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത് കൊണ്ട് ആ ക്യാമ്പിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊരു സീരീസ് ആയിട്ട് ഇറക്കാം.